ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ 17 കോടിയുടെ പ്രചരണം. അതായത് ഈ 12,000 പേര് പെൻഷൻ ആകുന്നു ഒന്നിച്ച്. ആ 12,000 പേർക്ക് കൊടുക്കാനായിട്ട് 7,000 കോടിയുടെ പണം വേണം, 7,000 കോടിയുടെ നീക്കിയിരിപ്പ് വേണം. അവർക്ക് അവരുടെ എല്ലാത്തരം ആനുകൂല്യങ്ങളും കൊടുക്കാൻ. എല്ലാത്തരം ആനുകൂല്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്താലാണ് 7,000 കോടി വരുന്നത്. അങ്ങനെ അതുപോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ധർമ്മസങ്കടത്തിലായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, എന്ന് വെച്ചാൽ ധനപ്രതിസന്ധി അത്ര രൂക്ഷമാണ്. അങ്ങനെ രൂക്ഷമായിട്ടിരിക്കുന്ന അവസരത്തിലാണ് 17 കോടിയുടെ പ്രചരണ തന്ത്രവുമായിട്ട്, അതായത് ടൂറിസം വകുപ്പ് മന്ത്രി, അദ്ദേഹം ഇപ്പോൾ വിദേശ ടൂറിലാണ്, അദ്ദേഹവും കുടുംബവും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ ബാക്കി കുടുംബാംഗങ്ങളും എല്ലാവരും വിദേശ പര്യടനത്തിലാണ്. അപ്പൊ അങ്ങനെ ആ വിദേശ പര്യടനത്തിന് പോകുന്നതിന് മുൻപ് തന്നെ ഈ 17 കോടിയും വിവിധ വകുപ്പുകളെ ഏൽപ്പിച്ചു. അതായത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളെ ഏൽപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ടൂറിസത്തിന് ഇത്രയധികം പ്രചാരണം എന്തിനാണ് ആവശ്യം? തീർച്ചയായിട്ടും പ്രചാരണം ആവശ്യമാണ്. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ, കൊച്ചിൻ കടപ്പുറത്ത് ഒരു വിദേശി ജൈവേതര മാലിന്യങ്ങൾ വാരിക്കൂട്ടി ഒരു എന്താ പറയുക പെട്ടിയോട്ടോ പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് കയറ്റി പിന്നെ വലിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്നതും, അങ്ങനെ ഒരുപാട് സമയം ആ വിദേശി തന്നെ അവിടെ കിടന്ന് ജോലി ചെയ്യുന്നത് കണ്ടു. അതുമൊക്കെ കേരളത്തെ പിന്നെ ലോക സ്റ്റേജുകളിൽ എത്തിക്കാനാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കേരളീയം തുടങ്ങിയപ്പോൾ. ഇതും ലോകത്ത് മുഴുവനും കേരളത്തെ എത്തിച്ചിട്ടുണ്ടാവും. ഈ വിദേശി ഇവിടെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ആ പ്രക്രിയ എന്ന് വെച്ചാൽ അത്ര മലീമസമായിരുന്നു നമ്മുടെ കടപ്പുറങ്ങളും മറ്റ് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പോലും. അതുകൊണ്ടാണല്ലോ അങ്ങനെ ആ വിദേശി തന്നെ മുൻകൈ എടുത്ത് അദ്ദേഹം ഒരു വളരെ നല്ല മാനസിക സ്ഥിതിയുള്ളവനായിരിക്കും, പരിസ്ഥിതി സ്നേഹിയായിരിക്കും. ഈ അജൈവ അവശിഷ്ടങ്ങളോട് ഇഷ്ടക്കേടുള്ള, അതായത് അത് മനുഷ്യനും പ്രകൃതിക്കും മൃഗങ്ങൾക്കും എല്ലാം ഒരുപോലെ ആപത്കരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ അദ്ദേഹം അതിന് മുൻകൈ എടുത്തത് അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കഥകളും ചെല്ലുന്നുണ്ട്. അതുപോലെ നമുക്കറിയാമല്ലോ, 2 കൊല്ലം ഏതാനും വർഷങ്ങൾക്ക് മുൻപല്ലേ ഒരു വിദേശ വനിതയെ റേപ്പ് ചെയ്ത് കൊന്നത്, അതും നമുക്കറിയാം. അങ്ങനത്തെ കഥകളും പുറത്തേക്ക് ചെല്ലും. പിന്നെ അത് മാത്രവുമല്ല, അതായത് അതൊക്കെ പറയുമ്പോഴും അങ്ങനെയൊക്കെയുള്ള ആ വലിയ തെറ്റുകളിൽ നിന്ന്, അങ്ങനെ നമ്മുടെ മുഖഛായ വികൃതമാക്കുന്ന സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ മുഖത്തെ രക്ഷിച്ചെടുക്കണം. നമ്മുടെ മുഖത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസം രംഗത്തെ രക്ഷിച്ചെടുക്കണം. ഇവിടുത്തെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഒറ്റപ്പെട്ട ഒരു റേപ്പോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു വിദേശിയുടെ ഇത്തരം എന്താ പറയുക പ്രകൃതി സ്നേഹമോ ഒന്നുമല്ല. ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾക്ക് സ്വന്തം വീട്ടിലെ പോലെ ഇവിടെ വന്നാൽ ആനന്ദത്തോടെ ജീവിക്കാൻ കഴിയും. അത്തരം ഒരു അന്തരീക്ഷമാണ് ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുള്ളത്. 50 പ്രധാനപ്പെട്ട ലോക ടൂറിസ്റ്റ് സെന്ററുകളിൽ ഒന്നാണ് കേരളം. അപ്പം അങ്ങനെയുള്ള കേരളത്തെ അരക്കിട്ടുറപ്പിക്കുക, അതായത് ടൂറിസം ഭൂപടത്തിൽ, ആഗോള ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കാൻ ഇത്തരം ചില പൊടിക്കൈകൾ തീർച്ചയായിട്ടും നല്ലതാണ്. മാത്രവുമല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 12-14% വരുന്നത് ടൂറിസത്തിൽ നിന്നാണ്. അപ്പോൾ ഈ ടൂറിസത്തിൽ നിന്ന് ഇതുപോലെ പ്രചരണ തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ അപാകതകളൊക്കെ മറച്ചു വെക്കത്തക്ക രീതിയിലുള്ള പരിപാടികളും ഒക്കെ വേണം. അതോടൊപ്പം തന്നെ ഈ അപാകതകളൊക്കെ മറികടക്കത്തക്ക പ്രോഗ്രാംസും വേണം. അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ 12-14% നിൽക്കുന്ന വരുമാനം അതിനേക്കാളൊക്കെ വളരെ 20-25% വർദ്ധിപ്പിക്കാൻ കഴിയും. അത് ഒരു വശത്ത് ഈ വരുമാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 12-14% എന്ന് പറഞ്ഞാൽ അത് വളരെ വിലപ്പെട്ട ഒരു സംഭാവനയാണ് ടൂറിസം മേഖല ചെയ്യുന്നത്. തീർന്നില്ല, ഒരു 30,000 തൊഴിലാളികൾക്കെങ്കിലും നേരിട്ട് തൊഴിൽ നൽകുന്നുണ്ട് ടൂറിസം മേഖല. പിന്നെ അത് കൂടാതെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ടൂറിസം മേഖല എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അവര് വാങ്ങുന്ന ഇപ്പൊ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ ചിപ്സ് തന്നെ എടുക്കുക,
ചക്ക ചിപ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സാധനങ്ങളോ ഉണ്ടാക്കാൻ, ചക്ക കൊണ്ടുള്ളതിന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ബനാന കൊണ്ടുള്ള ഒരുപാട് അങ്ങനെ പല വിളകൾ കൊണ്ടും വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ്. അപ്പൊ ഓർക്ക് ഇതൊക്കെ വാങ്ങുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇതിലൊക്കെ വാങ്ങി പണം ചെലവഴിക്കുന്നത്. അപ്പൊ ഇത്തരം ജോലികളില് ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ചെറിയ നാമമാത്ര ചെറുകിട സംരംഭങ്ങൾ വഴിയായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നു. ടൂറിസം പ്രൊമോട്ടഡ് ആയാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ അതുപോലെ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറഞ്ഞ് ഇപ്പോ വളരെ പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു ടൂറിസം, അത് തീർച്ചയായിട്ടും നല്ലതാണ്. അത് ഈ വിളവൈവിധ്യമുള്ള കേരളത്തിലെ ഉൽപ്പന്നം, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ചൂല്, എന്താണ്, ഒരു തെങ്ങിൽ നിന്ന് എങ്ങനെ തൂത്തുവാരുന്ന, വളരെ വൃത്തിയായിട്ട് തൂത്തുവാരാൻ പറ്റുന്ന ചൂലുണ്ടാക്കുന്നു. റെസ്പോൺസിബിൾ ടൂറിസംകാരുടെ അടുത്ത് ഒരു മടല് വെട്ടിയിട്ടു, അതിന്റെ ഈർക്കിലൊക്കെ ചീകിയെടുത്തു, അതുകൊണ്ടൊരു ചൂലുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വളരെ ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കാം. അവർക്ക് വലിയ സന്തോഷമാവും. ഒരു നല്ല ഒരു ജോലിയാണ് അവർ പഠിച്ചത്. അതായത് എല്ലാം നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ചൂലല്ല ഞാൻ പറഞ്ഞ, അവരുടെ ചൂലും നല്ലത് തന്നെ, പക്ഷെ അവരുടെ ചൂല് ഇത് തന്നെയാണ്, തൂത്ത് വൃത്തിയാക്കലാണ് അവരുടെയും ലക്ഷ്യം. അപ്പൊ അങ്ങനെ, അതായത് രാഷ്ട്രീയത്തെ തൂത്ത് വൃത്തിയാക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. ഇവിടെ നമ്മുടെ ജോലിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പൊ പരിസ്ഥിതി വൃത്തിയാണെങ്കിൽ മാത്രമേ ടൂറിസവും പ്രൊമോട്ടഡ് ആകുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ റെസ്പോൺസിബിൾ ടൂറിസത്തില് വരുന്നവർക്ക് ഇങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ സഹകരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി അനന്ത സാധ്യതകളാണ് കേരളത്തിൽ ഉള്ളത്. പ്രത്യേകിച്ചും ഈ വിള വൈവിധ്യം കൊണ്ട് തന്നെ. ഇപ്പൊ നമ്മൾ തെക്കേ ഇന്ത്യയിലേക്ക് പോയ ആ വിളവൈവിധ്യം, വടക്കേ ഇന്ത്യയിലേക്ക് പോയ ആ വിളവൈവിധ്യം നമുക്ക് കാണാൻ പറ്റില്ല കേരളത്തിലെ പോലെ. ഈവൻ മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത്രയധികം വൈവിധ്യം കാണാൻ പറ്റില്ല. അപ്പൊ അതിനെ നന്നായി പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ കാരവാൻ ടൂറിസം ഒക്കെ വരണമെങ്കിൽ എന്താ വേണ്ടത്? എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്ന സ്ത്രീയെ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി പീഡിപ്പിച്ച് കൊല്ലുന്ന ആ സംസ്കാരം ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട് എന്ന് ആർക്കും തോന്നരുത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നാലേ കാരവാൻ ടൂറിസം ഒക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും നമ്മുടെ ഈ മാനവീയം വീഥി, അതുപോലെ രാത്രി നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യർ ജീവിക്കുന്നത് നൈറ്റ് ലൈഫിന് വേണ്ടിയാണ്. മനുഷ്യർ ജീവിക്കുന്നത് ഈ പറയപ്പെട്ട മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിച്ച് ഉല്ലാസിക്കാൻ വേണ്ടിയാണ്. അതൊന്നുമല്ല. മനുഷ്യ സംസ്കാരം ആത്യന്തികമായി തള്ളിപ്പറയുന്ന കാര്യങ്ങളാണ് മയക്കുമരുന്നും മദ്യവും അതുപോലെ തന്നെ അതുപോലെയുള്ള എല്ലാ തിന്മകളും. അപ്പൊ അത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താലേ ടൂറിസ്റ്റുകൾ വരൂ എന്ന് പറഞ്ഞാല് അത്ഭുതമാണ് എനിക്ക് തോന്നുന്നത്. ഏത് തരം സംസ്കാരത്തെയാണ് ഇവരൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നത് എന്നോർത്ത്. ഒരു ടൂറിസ്റ്റ്, ഒരു കുടുംബത്തോടു കൂടി വരുന്ന ടൂറിസ്റ്റുകൾ ആണെങ്കിൽ അവര് വളരെ സേഫായിട്ട് അവരുടെ കുടുംബവുമായി വന്ന് നല്ല ഭക്ഷണം, അതായത് ഫുഡ് സെക്യൂരിറ്റി വളരെ പ്രധാനമാണ്. അല്ലാതെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഫുഡ് പോയിസണിങ് ആയി കിടക്കേണ്ടി വന്നാൽ എന്തായിരിക്കും സ്ഥിതിയെ? അപ്പൊ നല്ല ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാകണം, നല്ല ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം. അതുപോലെ എവിടെ പോയാലും സേഫ്റ്റി വളരെ പ്രധാനമാണ്. അതായത് എല്ലായിടത്തും ആള് കൂടെ ഇല്ലെങ്കിൽ പോലും ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാകില്ല. ഇനി അതുപോലെ മറ്റൊന്നാണ് വന്യജീവി സംഘർഷമുള്ള മേഖലയൊക്കെ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടമാണ്. കാരണം ഇതുപോലെയുള്ള യാതൊരു സൗകര്യവും ഇല്ലാത്ത വന്യമൃഗങ്ങളെയൊക്കെ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് നമ്മുടെ ആനയും മനുഷ്യരും തമ്മിലുള്ള സമ്മേളനവും ഒക്കെ കാണുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എടാ പോടാന്ന് പറഞ്ഞ ആനയെ ഓടിക്കുന്ന ഫോറസ്റ്റ് വാച്ചർമാര് അങ്ങനെ ഓടടാന്നും പറഞ്ഞ് ഓടിക്കുമ്പോഴത്തേനും ഒച്ച വയ്ക്കുമ്പോഴത്തേനും തിരിഞ്ഞോടുന്ന ആന, ഇതൊക്കെ ഒരു സൗഹൃദമാണ്. കാരണം ആനയ്ക്കറിയാം ഞാൻ ഇവിടെ വരേണ്ട ആളല്ല, ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം, ഇത് മനുഷ്യവാസമാണ്. അവർക്കൊക്കെ അറിയാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മനുഷ്യർക്ക് മാത്രമേ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂന്ന്. നമ്മുടെ ആക്ഷൻസും റിയാക്ഷൻസും എല്ലാം തന്നെ വന്യജീവികളെ ആകട്ടെ, ഈ പ്രകൃതിയിലെ ഏതൊരു ചെടിയെയും എല്ലാത്തിനെയും ആക്ഷനും റിയാക്ഷനും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് അതിൽ നിന്നൊക്കെ വളരെ മനോഹരമായ ഏതാനും ദിവസങ്ങൾ, ആസ്വാദ്യകരമായി ജീവിതത്തിൽ എന്ന് ഓർത്തിരിക്കേണ്ട ഏതാനും ദിവസങ്ങൾ നെയ്തെടുത്ത് അത് ഹൃദയത്തിൽ പേറി തിരിച്ചു പോകാനാണ് ടൂറിസ്റ്റുകൾ വരുന്നത്. അല്ലാതെ ഇവിടെ കിടന്ന് കുടിച്ചും കൂത്താടിയും ആഭാസത്തരം കാണിച്ചും പോകാനല്ല. അത്തരക്കാര് കാണും, അത്തരക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അത്തരക്കാർ ഇവിടെ വരരുത്, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കും. അത്തരക്കാരാണ് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചിരിക്കുന്നത്. അത്തരക്കാർ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ മയക്കുമരുന്നിന്റെ സങ്കേതമായി തീർന്നത്.
കൊച്ചു കുട്ടികളെ LKG പഠിക്കുന്ന കുട്ടിയെ പോലും സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യാണ് ഇപ്പോൾ മാതാപിതാക്കള് പട്ടണങ്ങളിൽ. എന്താ കാരണം? അവരെ പോലും റാഞ്ചി അവരുടെ നാവിൽ പോലും മയക്കുമരുന്ന് വെച്ചുകൊടുത്ത് മയക്കുമരുന്നിന് അടിമകളാക്കുമോ എന്ന് ഭയമാണ് ഇവിടുത്തെ മാതാപിതാക്കൾക്ക്. ഇതൊക്കെ സർക്കാർ മനസ്സിലാക്കണം. അപ്പോൾ എന്താ പറയുക, നമുക്കിവിടെ പിന്നെ അഡ്വഞ്ചർ ടൂറിസം, ഉദാഹരണത്തിന് അഡ്വഞ്ചർ ടൂറിസത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി. മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയില് അഡ്വഞ്ചർ ടൂറിസത്തിന് പോവുകയാണെങ്കിൽ കാട്ടാനയെ തൊട്ടുരുമി നമ്മൾ ജീപ്പിലിരിക്കുന്നു, കാട്ടാന നമ്മുടെ ഒപ്പം മേയുന്നു എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. സൂക്ഷിക്കണേ, കാട്ടാനയെ തൊട്ടുരുമി എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി. കാട്ടാനയെ തൊട്ടുരുമാനൊന്നും പറ്റില്ല, പക്ഷെ കാട്ടാന വലിയ കൊമ്പന്മാരൊക്കെ നടക്കുന്നത് കണ്ട് നമുക്ക് റോഡെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ കാണും. പിന്നെ അതിനെ അകമ്പടി സേവിച്ച് അങ്ങനെ പോകാം. അതുപോലെ കാട്ടുപോത്ത്, മ്ലാവ്, മയില്, അങ്ങനെ എന്തെല്ലാം. അത് അവിടെ മാത്രമല്ല, എന്താണ് വയനാടിന്റെ മറ്റേ അതായത് കാട്ടിക്കുളം ഭാഗത്തേക്ക് പോയാലും അവിടെയും ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അത് ഇവിടെ പോയാലോ, ഇടുക്കി പോയാലും ഈ സാധ്യതകൾ, ആനയിറങ്കലിലും അങ്ങനെ പല പല മേഖലകളും ഉണ്ടല്ലോ, എവിടെയൊക്കെ പോയാലും നമുക്ക് ഈ സാന്നിധ്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ടൂറിസത്തിന് വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 19 കോടി മുടക്കി തന്നെ വേണോ അത്? നമ്മുടെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് കൊടുക്കുന്ന ആഘാതങ്ങൾ, വല്ലപ്പോഴുമെങ്കിലും ഒരാളെ റേപ്പ് ചെയ്ത് കൊല്ലുക, അല്ലെങ്കിൽ അവരുടെ പണം പിടിച്ചു പറിക്കുക. വർക്കലയിൽ അടുത്ത നാൾ തന്നെ സംഭവിച്ചതാണ്. അങ്ങനെ അപകടകരമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാക്കി ലോകത്തിന്റെ മുൻപില് കേരളം ഒരു അപകട കെണിയാണ് എന്നുള്ള ഒരു ധാരണ കൊടുത്തിട്ടുണ്ട്. ആ ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരക്കും. അങ്ങനെ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ ഇന്റേണൽ ടൂറിസത്തിന് വേണ്ടി, ഡൊമസ്റ്റിക് ടൂറിസത്തിന് വികസനത്തിന് വേണ്ടി സംസ്ഥാനങ്ങളിലും ഒക്കെ നല്ലവണ്ണം നല്ലവണ്ണം ചെലവഴിക്കുകയല്ല, നല്ലതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പ്രചാരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും വരും. നല്ലതല്ല ഇവിടെ ചെയ്യുന്ന പലതും എന്നതുകൊണ്ടാണ് ഈ പ്രചാരണ തന്ത്രം ഇങ്ങനെ ഇത്ര വലിയ ചെലവിൽ നടത്തേണ്ടി വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയൊക്കെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അവര് ഇവിടത്തേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങൾക്കൊക്കെ വഴി വെച്ചിട്ട് ടൂറിസ്റ്റുകളായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ശരി, പോയി വരട്ടെ. പക്ഷേ ഇങ്ങനെ പണം മുടക്കി ടൂറിസ്റ്റുകളെ വരുത്തുമ്പോഴും ഓർക്കുക, ടൂറിസവും ഖജനാവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൂട്ടിക്കൊണ്ടുവരണം. കാരണം ഈ ഖജനാവിനെ നിറയ്ക്കണമെങ്കിൽ അത് ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾക്ക് നാണക്കേടില്ലാത്ത ഭരണമൊഴിയാനുള്ള അവസരം ഉണ്ടാക്കണം. അതുകൊണ്ട് ഞാൻ മരുമകനാണ്, എൻ്റെ ടൂറിസം വകുപ്പ് വഴി, എൻ്റെ പൊതുമരാമത്ത് വകുപ്പ് വഴി ഇതിന്റെ ഖജനാവിലേക്ക് ഇഷ്ടം പോലെ പണം വന്നു ചേരണം എന്ന ചിന്തയോടുകൂടി വേണം ഈ ടൂറിസം മന്ത്രി മുന്നോട്ട് പോകാൻ. അദ്ദേഹത്തിന്റെ ടൂറിസം വകുപ്പ് കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഖജനാവിനത് വലിയ കൈത്താങ്ങാകും എന്നതിന് യാതൊരു സംശയവുമില്ല.